മണിമലയാറ്റിൽ കാണാതായ 45 വയസ്സുള്ള കളപ്പുരയ്ക്കൽ തിലകനായി തെരച്ചിൽ രണ്ടാം ദിവസവും തുടർന്നു. ബുധനാഴ്ച രാവിലെ മുതൽ കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സിന്റെയും സ്കൂബ ടീമിന്റെയും നേതൃത്വത്തിൽ കോസ്വേ പാലം മുതൽ തിരച്ചിൽ നടന്നു. കോട്ടയത്ത് നിന്നുള്ള പ്രത്യേക സംഘവും തെരച്ചിലിൽ പങ്കാളികളായി. ഇത് കൂടാതെ ഈരാറ്റുപേട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നന്മക്കൂട്ടം റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ 11 അംഗ ടീം രാവിലെ തന്നെ മണിമലയാറ്റിലിറങ്ങി തെരച്ചിൽ നടത്തി. മണിമലയാറിലെ ഉപ്പ് നീറ്റുകയവും മൂരിക്കയവും അടക്കം ആൾ തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശവും ടീം പരിശോധന നടത്തി. രാത്രി വൈകിയും പരിശോധന നടത്തിയിട്ടും ആളെ കണ്ടെത്താനാവാതെ സംഘം തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടീം നൂറുകണക്കിന് ആളുകൾക്കായി തെരച്ചിൽ നടത്തി ജനശ്രദ്ധ നേടിയിട്ടുള്ള സംഘമാണ്. ഇതിനകം 80 പേരെ തെരച്ചിലിൽ കണ്ടെത്തി നാടിന് അഭിമാനമായ സംഘമാണ്. എമർജൻസി ടീമിന്റെ വരവ് വളരെ പ്രതീക്ഷയോടെയാണ് മുണ്ടക്കയംകാർ നോക്കിക്കാണുന്നത്. പെരുവന്താനം പോലീസും കൊക്യാർ മുണ്ടക്കയം പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും തെരച്ചിലിൽ നേതൃത്വം നൽകുന്നുണ്ട്. ചൊവ്വാഴ്ചയുണ്ടായ കനത്ത മഴയിൽ തിലകൻ വെള്ളത്തിൽ മുങ്ങുന്നത് കണ്ടതായി ദൃക്സാക്ഷി പറയുന്നു. ഇന്നലെ തിലകൻ പഴയ കല്ലപ്പാലത്തിന്റെ ഭാഗത്ത് നിന്ന് മേളിനെടുത്ത് ചാടി ഒഴുകി വന്ന് ഇക്കര സൈഡിലോട്ട് കയറായിരുന്നു. തിലകന് ഒഴുകി വരുമ്പോൾ തന്നെ തിലകന് കയറാതെ തിരിച്ച് റിട്ടേൺ ആക്കര ഭാഗത്തോട്ട് തന്നെ നീന്തി ഒഴുകി. അപ്പോൾ ആ വലിയ പുതിയ പാലത്തിൻ്റെ ഒരു കല്ലുണ്ട്, ആ കല്ലെ പിടിച്ച് കയറാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അവിടെ കൈ ഊർന്നു നേരെ അവിടെ താന്നു. അപ്പോൾ ആ താഴ്ന്നോടം വരെ ആളെ ജീവനോടെ കണ്ടാൽ തിരിച്ച് നീന്തിയത് അവിടെ നിന്ന് താന്നു കഴിഞ്ഞ് പിന്നെ ആളെ കാണാൻ പറ്റില്ല. പിന്നെ അന്നേരം ഓടിപ്പോയി. എനിക്ക് അത്രയും ദൂരെ കാഴ്ചയുള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് പോകും. ഇവിടെ നന്ദൻ്റെ ഒരുമിച്ച് നിന്നുകൊണ്ടാണെങ്കിൽ അവിടെ ചാടാൻ വേണ്ടി രണ്ടുപേരും ഒന്ന് നോങ്ങുമായിരുന്നു വെള്ളത്തിൽ ചാടാൻ വേണ്ടി. നന്ദൻ കയറിപ്പോയി. അതിനും കയറിപ്പോയ പിന്നെ തില എടുത്ത് അവിടെ നിന്ന് ചാടി. ഇക്കരയ്ക്ക് ചാടി സ്ഥിരം നീന്തി കയറുന്ന, തിരിച്ച് അങ്ങോട്ട് നീന്തി കയറുന്ന. അങ്ങനെ നീന്തി നമ്മൾ എൻ്റെ അടുത്ത് വരെ എനിക്കൊരു 10-15 അടി അകലെ വരെ വന്നത്. ഈ ലോറി കിടക്കുന്ന അത്രയും അകലെ വന്നത്. ആ വന്നപ്പോൾ തേങ്ങാല്ല വെള്ളത്തിൽ സാധാരണത്തിലും ചാടുന്ന, വെള്ളം കൂടുമ്പം ഒരു ഇത് വേണ്ടി ചാടുന്ന, അത് തിരിച്ച് നീന്തുന്ന, തിരിച്ച് അക്കരയിലോട്ട് നീന്തി കയറുന്ന. ഈ പകുതി വരെ വന്നിട്ട് തിരിച്ച് റിട്ടേൺ നീന്തിയപ്പോൾ തന്നെ കൈയും കാലം കുഴഞ്ഞു പോയി. താന്നു പോകുന്ന വരെയാണ് എൻ്റെ പാലത്തിൻ്റെ എൻ്റെ അവിടെ താന്നിട്ട് പിന്നെ കണ്ടിട്ട്. മഴയുടെ ശക്തി കുറഞ്ഞതിനാൽ വ്യാഴാഴ്ച തിലകനെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ.